കാസർഗോഡ് ജില്ലയിലെ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച 26 കുടുംബശ്രീ CDSകൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വിദ്യാനഗർ സൺറൈസ് പാർക്കിൽ വെച്ച് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ IAS ഉദ്ഘാടനം നിർവഹിച്ചു. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ഉയർന്ന ഗുണനിലവാര അംഗീകാരമായ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കാസർഗോഡ് ജില്ലയിലെ 26 കുടുംബശ്രീ CDSകൾക്ക് ISO സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വിദ്യാനഗർ സൺറൈസ് പാർക്കിൽ വെച്ച് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ IAS വിതരണോദ്ഘാടനം നിർവഹിച്ചു. ലോകത്തിൽ തന്നെ കേരളത്തിൽ നിന്ന് കൊടുത്ത ഒരുപാട് മാതൃകകളുണ്ട്. അതിൽ കുടുംബശ്രീ ഒരു മാതൃകയാണ്. ഇതുപോലെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കുടുംബശ്രീ നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല. അപ്പോൾ അതിൽ ഒരു പടി നമുക്ക് മുകളിൽ പോയി ISO സർട്ടിഫിക്കേഷൻ എന്ന ഒരു സ്ഥാപനം കൂടി നമ്മൾ എടുത്ത് ISO സർട്ടിഫിക്കേഷനുള്ള എല്ലാ ക്വാളിറ്റി പാരാമീറ്റേഴ്സും നമ്മൾ ചെയ്ത് അവർക്ക് ഒരു പ്രഖ്യാപനം 26 കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് ഇന്ന് നമ്മൾ ഒരു CDS ഗ്രൂപ്പുകൾക്ക് പ്രഖ്യാപനം നടത്തുകയാണ്. അപ്പോൾ ഇനിയും കുറച്ച് ഗ്രൂപ്പുകൾ നമുക്കുണ്ട് ചെയ്യാൻ. ഇന്ന് കൊല്ലം ജില്ലയിൽ പൂർണ്ണമായിട്ടും അവർ ചെയ്തു കഴിഞ്ഞു. അറ്റ്ലീസ്റ്റ് അടുത്ത് 2ാമത്തെ സ്ഥാനമെങ്കിലും നമുക്ക് എത്താനുള്ള ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാവണം. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളും ചെയർപേഴ്സൺമാരും അംഗങ്ങളും ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്യപ്പെട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BB ബാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത്. പൊതുജന സേവനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കുടുംബശ്രീയുടെ ത്രിതല സംഘടനാ സംവിധാനത്തിലെ ഏറ്റവും മേൽത്തട്ടായ CDS ഓഫീസുകളെ ISO നിലവാരത്തിലേക്ക് ഉയർത്തിയത്. പ്രവർത്തന സംവിധാനത്തിന്റെ ഗുണമേന്മയുള്ള മുഖമുദ്രയായ ISO 9001-2025 അജാനൂർ, ഈസ്റ്റേളരി, ഉദുമ, എൺമകജെ, കയ്യൂർ ചിമ്മേനി, കിനാനൂർ കരിന്തളം, കുമ്പള, കുറ്റിക്കോൽ, ചെമ്മനാട്, ചെറുവത്തൂർ, തൃക്കരിപ്പൂർ, ദേലമ്പാടി, പടന്ന, പള്ളിക്കര, പിലിക്കോട്, പൈവളികെ, വെള്ളൂർ, മംഗൽപ്പാടി, മഞ്ചേശ്വരം, മടിക്കൈ, മീഞ്ച, മൊഗ്രാൽപുത്തൂർ, വലിയപറമ്പ, വെസ്റ്റേളരി, വോക്കാടി പഞ്ചായത്തുകളുടെ CDSനും നീലേശ്വരം നഗരസഭാ CDSനുമാണ് ISO അംഗീകാരം ലഭിച്ചത്. 26 CDSകളെ ഘട്ടം ഘട്ടമായി തിരഞ്ഞെടുക്കുകയും കൺസൾട്ടൻസി ഏജൻസിയായി കിലയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ISO നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായി പ്രവർത്തന സംവിധാനത്തിൽ സമ്പൂർണ്ണ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിലൂടെ ജനസംതൃപ്തിയോടുള്ള സേവനം സാധ്യമാക്കാനുതകുന്ന CDSകളിൽ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം QMS നടപ്പിലാക്കുകയും ചെയ്തു. CDS ഭരണസമിതി അംഗങ്ങൾക്ക് പരിശീലനം നൽകുകയും CDSകളുടെ അവസ്ഥാ വിശകലനം, ഗുണമേന്മ സംവിധാന സജ്ജീകരണം, ഓഫീസ് സജ്ജീകരണം, ഫ്രണ്ട് ഓഫീസ്, ഹെൽപ്പ് ഡെസ്ക് സജ്ജീകരണം, പൊതുജനങ്ങൾക്കായുള്ള സൗകര്യങ്ങളുടെ സജ്ജീകരണം, ബോർഡുകൾ, റെക്കോർഡ് മാനേജ്മെന്റ്, ഗുണമേന്മ നയരൂപീകരണം, ഗുണമേന്മ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളും നടപ്പിലാക്കി. കൂടാതെ മോണിറ്ററിംഗ് പ്രവർത്തനത്തിന്റെ ഭാഗമായി ഗുണമേന്മ ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റ്, മാനേജ്മെന്റ് റിവ്യൂ, പ്രീ അസസ്മെന്റ് ഓഡിറ്റ്, മൂന്നാം കക്ഷി ഓഡിറ്റ് എന്നിവ CDSകളിൽ നടത്തിയിരുന്നു. ഈ പ്രവർത്തനങ്ങൾ നടത്തിയതിലൂടെയും ISO നിലവാരത്തിൽ ഉയരുന്നതിലൂടെയും CDSകൾ കൈവരിച്ച നേട്ടങ്ങൾ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്താനും സാധിച്ചു. ഡെപ്യൂട്ടി കളക്ടർ റമീസ് രാജ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ CH ഇക്ബാൽ, D ഹരിദാസ്, CM സൗദ, കിഷോർ കുമാർ, ജില്ലാ പ്രോഗ്രാം മാനേജർ P രത്നേഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ S പ്രീത, ജീൻ ലാവിനോ മൊന്തേരോ, താഹിറ യൂസഫ്, സുഫൈജ അബൂബക്കർ, VV സജീവൻ, സുന്ദരി R ഷെട്ടി, K ജയന്തി, S ഭാരതി, T ശോഭ, റുബീന നൌഫൽ, അഡ്വക്കേറ്റ് ഷമീറ TK, S പ്രീത, PP പ്രസന്ന, P ലക്ഷ്മി, മുരളി പയ്യങ്ങാനം, M ശ്രീധര, CDS ചെയർപേഴ്സൺമാരായ സനൂജ, ശ്രീജ, റീന, ജയശ്രീ, ഉഷ രാജു, ശാന്ത, ബിന്ദു, സുശീല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.